ഹായ്. എനിക്ക് എന്താ ഇപ്പോൾ പറയുക, ഇങ്ങനൊരു വീഡിയോ എടുക്കാൻ തന്നെ മനസ്സിന് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാൻ എൻ്റെ കാര്യങ്ങൾ അധികം ആരോടും ഷെയർ ചെയ്തില്ല. എന്നെ അറിയാവുന്നവർക്കറിയായിരിക്കും, കൊച്ചുനാൾ മുതലേ കണ്ടു വളർന്നവർക്കറിയായിരിക്കും. പക്ഷേ നമ്മൾ മാനസികമായിട്ട് ഒത്തിരി തളരുമ്പോഴേ നമുക്ക് ആരോടെങ്കിലും തുറന്ന് സംസാരിക്കാൻ തോന്നുമല്ലോ. നമ്മുടെ പ്രശ്നങ്ങൾ എന്താണ്, നമ്മുടെ കാര്യങ്ങൾ എന്താണ് എന്നൊക്കെ അല്ലേ. സത്യം പറഞ്ഞാൽ ചില സമയം നമ്മൾ തോന്നും നമ്മൾ ജീവിക്കുന്നത് എന്തിനാണെന്ന്. കല്യാണം കഴിഞ്ഞ് രണ്ട് മക്കളൊക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും അവർക്ക് വേണ്ടി ജീവിക്കണമല്ലോ, അവർക്ക് വേണ്ടി. നാളെ അവർക്ക് വേണ്ടി ജീവിച്ചു കഴിഞ്ഞൊരു സമയത്ത് അവർ തിരിച്ചു ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യില്ലേ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ജീവിതത്തിൽ പലർക്കും ഉണ്ട്. കാരണം എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ജീവിച്ചു, പക്ഷേ എനിക്ക് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ ഞാൻ അനുഭവിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല പറയാൻ. സത്യം, വാഴ സിനിമ കാണാൻ ഞാൻ പോയ സമയത്ത് സത്യം ഒരു കൂടപ്പിറപ്പുണ്ടായിരുന്നെങ്കിൽ ഞാൻ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹിച്ച സമയങ്ങളുണ്ട് ഒന്ന് ചേർത്ത് നിൽക്കാൻ. ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആ സിനിമ കണ്ടപ്പം എനിക്കിതൊന്നും അനുഭവിച്ചിട്ടില്ല എൻ്റെ ജീവിതത്തിൽ. അപ്പം എനിക്ക് രണ്ട് പെൺകുട്ടികളാണ്. ഒരാൾക്ക് 9 വയസ്സ് കഴിഞ്ഞു, ഒരാൾക്ക് 3 വയസ്സാകുന്നു. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അത് തന്നെയാണ്, എൻ്റെ കുഞ്ഞിനെ ഒരു കാര്യം ഷെയർ ചെയ്യാൻ ഒരാളോട് ഉണ്ടാവട്ടെ എന്ന്. സത്യം ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും നമ്മൾ ആഗ്രഹിച്ചു പോകുന്നതാണല്ലേ ഒരാൾ നമുക്ക് ഉണ്ടായിരുന്നെങ്കിലും. സത്യം, ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ എൻ്റെ കൂടെ പഠിക്കുന്ന പിള്ളേർ എന്താ ഒരച്ഛന്മാരുടെ കരുതലും സ്നേഹവും കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എന്താ പറയുക, അറിയില്ല എനിക്ക് പറയാൻ. ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന പോലും എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഒരിക്കലും രക്ഷപ്പെടത്തില്ല. ഞാനൊക്കെ എന്തൊക്കെ ചെയ്താലും കുറേ സ്വപ്നങ്ങളുണ്ട്, പക്ഷെ ഒന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല, നശിക്കത്തേയുള്ളൂ. നമ്മൾ എല്ലാം ദൈവം ശരിയാക്കും എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മളും കൂടെ പ്രയത്നിക്കണം. പക്ഷെ എനിക്കൊന്നിനും പറ്റാത്ത അവസ്ഥയാണ്. എനിക്കറിയില്ല എന്ത് വേണമെന്ന്. സത്യം, ഞാൻ ജനിച്ചതും വളർന്നതുമൊക്കെ എൻ്റെ അമ്മയുടെ വീട്ടിലാണ്. കാരണം എനിക്കറിയില്ല, അച്ഛനും അമ്മയും തമ്മിൽ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അച്ഛൻ കുറച്ച് വെള്ളം അടിക്കുമെങ്കിലും ഉപദ്രവിക്കത്തൊന്നുമില്ല കേട്ടോ. ചില മനുഷ്യരങ്ങനല്ലേ, ചില മനുഷ്യർക്ക് തോന്നുന്ന പോലെ നടക്കാനായിരിക്കും ഇഷ്ടം. അത് കാരണം അവർ ജന്മം കൊടുത്ത മക്കളായിരിക്കും അനുഭവിക്കുന്നത് അല്ലേ. ഇന്ന് ഞാനിവിടെ പിടിച്ചു നിൽക്കാൻ കാരണം എനിക്ക് വന്ന ഗതി എൻ്റെ മക്കൾക്ക് വരരുത്. കാരണം എല്ലാവരും പറയും ഒറ്റയ്ക്ക് ജീവിക്കാം, എല്ലാം ജീവിക്കാം, ഡിവോഴ്സ് ചെയ്യണം, അങ്ങനെ ചെയ്യണമെന്ന്. പക്ഷേ ആ മക്കൾക്കുണ്ടാകുന്ന വേദന എത്രയാണെന്ന് ആർക്കും അറിയില്ല. ഓരോ ക്ലാസ്സിൽ പഠിക്കുമ്പോഴായാലും ഓരോ മനുഷ്യർ നിൻ്റെ അച്ഛനിക്കലല്ലേ, നിൻ്റെ അച്ഛൻ കള്ളുകൂടിയനല്ലേ, അല്ലെങ്കിൽ ഒരു പേരൻസ് മീറ്റിങ്ങിനായാലും ഓരോ കാര്യങ്ങളായാലും അല്ലേ, സ്കൂൾ തുറക്കുമ്പോൾ ഒരു ബുക്ക്, പേന, കാര്യങ്ങൾ മേടിച്ച് തരാനായാൽ പോലും എന്താ ഒരു അച്ഛന്മാർ മക്കളെ കരുതുന്നതും അമ്മയും അച്ഛനും ഒരുമിച്ച് വരുന്നതും ഒക്കെ സ്വപ്നം കാണാനേ കഴിയത്തുള്ളൂ ജീവിതത്തിൽ. അച്ഛൻ്റെയും അമ്മയുടെയും അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു വീട്ടുകാർ നടത്തി. എൻ്റെ വീട്ടിൽ ഏറ്റവും ഇളയ കുട്ടി അമ്മ. അന്നേരം അമ്മയുടെ കല്യാണം അന്നത്തെ കാലത്ത് ഒരു 10-30 വർഷം ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് നല്ല രീതിയിൽ നടത്തിയ ഒരു കല്യാണമായിരുന്നു. അമ്മയ്ക്ക് 3-4 സഹോദരിമാരും സഹോദരന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ കുറേ പേരൊന്നും ജീവിച്ചിരിപ്പില്ല, ആകെ 2 പേരെ ഇപ്പം ജീവിച്ചിരിപ്പുള്ളൂ. എന്നെ വളർത്തിയതൊക്കെ എൻ്റെ അമ്മയുടെ അമ്മയായിരുന്നു, അമ്മൂമ്മ എന്ന് പറഞ്ഞ്. അച്ഛൻ സെപ്പറേറ്റ് പോയി നിന്നിട്ടില്ല. അച്ഛൻ ഇങ്ങനെ അമ്മ വീട്ടിൽ വന്നു. അവിടെ കച്ചവടമൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക്. കച്ചവടം എന്ന് പറഞ്ഞാൽ ഈ ഹോട്ടൽ പോലെ ചായ, ബലക്കറി, രാവിലത്തെ കാപ്പി. അന്നൊക്കെ മണൽ വരുന്ന സമയമായിരുന്നല്ലോ, ഒത്തിരി മണൽ വാരുകാരും അങ്ങനത്തെ നമുക്ക് കടയിൽ വരികയും നല്ല കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്ന് സേവ് ചെയ്യാൻ അറിഞ്ഞൂടാ.
കിട്ടുന്ന പൈസ എടുത്തുകൊണ്ട് പോയി വെള്ളം അടിക്കുക, പിന്നെ കടം വാങ്ങിക്കുക, അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി. എൻ്റെ അമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കർണത്തടിച്ച് ഇപ്പോഴത്തെ കർണോടെ കാണിച്ചു കൊടുക്കും. അതുപോലൊരു ഇപ്പോഴും ഒന്നും ഉറച്ചു പറയാനുള്ളൊരു വിവരവും ബോധമില്ലാത്തൊരു സ്ത്രീയാണ്. ഞാൻ നേരത്തെ എനിക്ക് തോന്നുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ചില സമയം നമ്മളല്ലാതായിത്തീരുന്ന സമയത്ത് നമ്മളെ കൊണ്ടത് ചെയ്തേ പറ്റൂ അല്ലേ. എനിക്കൊരു എനിക്ക് മാനസികമായിട്ട് ഒട്ടും പറ്റാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ എടുക്കുന്നത്. എനിക്ക് കുറേ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പകുതി സമാധാനം കിട്ടുമല്ലോ എന്ന് കരുതിയാണ്. അപ്പം അങ്ങനെ ഞാൻ എൻ്റെ കുഞ്ഞുനാളിലൊക്കെ എൻ്റെ അമ്മയുടെ വീട്ടിലായിരുന്നു. എൻ്റെ ബാല്യം മൊത്തം എൻ്റെ അമ്മയുടെ നാടും വീടുമാണ്. അച്ഛൻ്റെ വീട്ടിൽ അറിയാം, വെക്കേഷനോ വല്ലപ്പോഴും അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ പോകും. അങ്ങനെ അവിടെ ഉള്ളവരുമായിട്ടൊന്നും എനിക്ക് യാതൊരു ബന്ധമില്ല, കാണുന്ന പരിചയം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ പിന്നെ എൻ്റെ വീട്ടിലാണെങ്കിലും എല്ലാവർക്കും കുഴപ്പമില്ല. എൻ്റെ മാമനൊക്കെ വെളിയിലായിരുന്നു, അതായത് ഗുജറാത്തിലായിരുന്നു. ആ സമയത്ത് അവർ വെക്കേഷന് വരുമ്പോഴും അവരുമായിട്ടുള്ള ബന്ധം, അത് എന്താ ഈ എല്ലാവരുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഇഴുകിച്ചേർന്ന ബന്ധങ്ങളൊന്നും ആർക്കും ആരോടും ഇല്ല. ഒരു ആത്മാർത്ഥതയോ സ്നേഹമോ ഒന്നും ആർക്കും ആരോടും ഇല്ല. അത് ചിലപ്പം അച്ഛനിങ്ങനെ ആയതുകൊണ്ടായിരിക്കും, അമ്മയുടെ ലൈഫ് ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കും. ഒന്നുമില്ലാതെ കിടക്കുന്നവരെപ്പോഴും പുഴുവിൻ്റെ സമം എന്ന് പറഞ്ഞതുപോലെ നമ്മളോട് ആർക്കും വലിയ മൈൻഡൊന്നുമില്ല കേട്ടോ. അങ്ങനെ എങ്ങനെയൊക്കെയോ ജീവിച്ച് മുന്നോട്ട് പോയി. അപ്പം ഞങ്ങളുടെ വീട് ഈ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന കുടുംബ വീട് ഓടിട്ടതാണ്. അതെൻ്റെ വീടായിട്ടാണ് ഞാൻ കരുതിയത്. എനിക്കൊരു അറിവായി കഴിഞ്ഞാൽ അറിയുന്നത് അത് അമ്മ അവിടെ വന്ന് നിൽക്കുകയാണ്, ഇങ്ങനെയാണ് കാര്യങ്ങൾ. അന്നത്തെ കാലത്ത് നമുക്കതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലല്ലോ. അത് മാമൻ്റെ ഓഹരിയിലുള്ള വീടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ കുഞ്ഞുനാളിലൊക്കെ സ്വപ്നം കാണുമായിരുന്നു. എന്തെന്നറിയാമോ, പിന്നെ നല്ലൊരു വീട് വെക്കണം, എൻ്റെ അമ്മയും ഞാനും താമസിക്കും. അപ്പോൾ ഈ വീടൊക്കെ വെച്ചവരുടെ എന്ന് വെച്ചാൽ ഈ ബേസ്മെൻറ്റ്, അതായത് ഫൗണ്ടേഷനൊക്കെ കെട്ടിയിടുമല്ലോ, അവിടെ പോയി ഞാൻ കാലും കൊണ്ടൊക്കെ ഇങ്ങനെ അളന്ന് നോക്കും. ഇത്ര അടി, ഇത്ര വീതി എന്നൊക്കെ. അങ്ങനെയായി ഒരു ദിവസം പഞ്ചായത്തിൽ നിന്നൊക്കെ വീട് കിട്ടുമല്ലോ, അപ്പം മാമിയുടെ പേരിലുള്ള 5 സെൻറ്റ് സ്ഥലം അമ്മയ്ക്ക് കൊടുത്തെടുത്ത് നമ്മൾ കല്ലൊക്കെ ഇട്ട് ഫൗണ്ടേഷനൊക്കെ കെട്ടി വീട് വെക്കാനെല്ലാം കല്ല് പാകിയിട്ടതേ ഉള്ളൂ. അപ്പോഴും ഞാൻ ചെന്ന് അളന്ന് നോക്കി മറ്റവരുടെ വീടിൻ്റെ എത്രയുണ്ടോ നമ്മുടെ വീട്. ഓരോരോ സ്വപ്നങ്ങളെ അതൊക്കെ ഇന്ന് ഓർക്കുമ്പം ചങ്കിലിലെ കരിങ്കല്ല് വെച്ചിടിക്കുന്ന ഒരു പ്രതീതിയാണ്. ഒന്നും ആവാൻ പറ്റാതെ പോയവരുടെ ഒരു വിഷമമേ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ്. അത് കഴിഞ്ഞിട്ട് അച്ഛനിങ്ങനെ പോയി വരും, അവിടെ നിൽക്കും ഇവിടെ നിൽക്കും, പറയേണ്ട കാര്യം. ഞാൻ ആരെക്കുറിച്ചും അങ്ങനെ എനിക്കൊന്നും പറഞ്ഞ് ഇതെന്താ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം അതിലോട്ടിടണമെന്ന് താല്പര്യമില്ല. പിന്നെ നമ്മുടെ കുറേ വിഷമങ്ങളും ദുഃഖങ്ങളും പിടിച്ച് നിൽക്കാൻ പറ്റാതായി വന്ന ഏത് മനുഷ്യരെയും പോലെ പുറത്തള്ളപ്പെടുമെന്ന് പറഞ്ഞതുപോലെയാണ് ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കുന്നത്. കാരണം എനിക്ക് ജീവിക്കേണ്ടത്, എനിക്കാണെങ്കിൽ എന്തെങ്കിലും വരുമാനം വേണമെന്ന് കരുതിയാണ് ഒരു ഈച്ച വന്നിരിക്കുന്നതുകൊണ്ടാണ് കൂടെ വീശുന്നത്. ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി. എനിക്ക് യൂട്യൂബ് എന്താണെന്നോ യൂട്യൂബിൻ്റെ ABCD പോലും എനിക്കറിയത്തില്ല. ഞാൻ സ്വന്തമായിട്ട് തന്നെ ഓരോ വീഡിയോ നോക്കിയാണ് ചെയ്തത്. കറക്റ്റായിട്ടാണോ വീഡിയോ അപ്ലോഡ് ആകുന്നതെന്ന് പോലും എനിക്കറിഞ്ഞൂടാ. ഇപ്പം ഞാൻ കുറേ പാട്ടിൻ്റെ വോയിസ് കൊടുത്ത് അങ്ങനെയൊക്കെയും കുഞ്ഞുങ്ങളുടെ ഡാൻസ് അങ്ങനെയൊക്കെ ഇടുക. പക്ഷേ എനിക്കിങ്ങനെ ഒരു യൂട്യൂബ് ചാനലുണ്ടെന്ന് ഞാൻ ഫേസ്ബുക്ക് വഴിയോ വാട്സപ്പ് വഴിയോ ആരോടും പറഞ്ഞിട്ടില്ല. എനിക്ക് പറയാൻ എന്തോ ഒരു അപകർഷതാബോധം ഉണ്ടല്ലോ, എപ്പോഴും പിന്നിൽ നിന്ന് മുന്നിലേക്ക് വരാനുള്ള ഒരു മടി. അതുകൊണ്ടാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആയെന്ന് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം ഞാൻ മനസ്സ് വെച്ചിരുന്നെങ്കിൽ എനിക്ക് നല്ല ഉയരത്തിലെത്താൻ കഴിയുമെന്ന് തന്നെയായിരുന്നു എൻ്റെ വിശ്വാസം. പക്ഷേ അതെല്ലാം എന്തോ നമ്മുടെ ലൈഫ് നമ്മളെ മാറ്റിമറിക്കുമെന്ന് പറഞ്ഞതുപോലെയാണ്. അങ്ങനെ ഇരുന്ന സമയത്ത് എന്താ പറയുക, ഒരു +1 പഠിക്കുന്ന സമയത്താണ്, +1 ആണോ, +1 ഏകദേശം 2010-11 ആ സമയത്താണ്. 2010-11 സമയത്ത് ഞാൻ ഫാൻ ഇട്ടിട്ടില്ല, അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈച്ച എന്നെ ശല്യം ചെയ്യുന്നത്. ആ സമയത്ത് വീടിന് തറക്കല്ലിടുന്നതുമൊക്കെ ആ സമയത്തൊക്കെ അച്ഛൻ കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ട് അച്ഛൻ കുറേ പൈസ കണ്ടു വെള്ളം അടിക്കും, കൂട്ടുകാരോടെ പോകും, അങ്ങനെ നടക്കും. അച്ഛനൊന്നും ഇഷ്ടംപോലെ സാധനമൊക്കെ നമുക്ക് വാങ്ങിച്ചുകൊണ്ട് തരും, കഴിക്കാനും കുടിക്കാനും ഒക്കെ. പക്ഷേ പൈസ ഒന്നും സമ്പാദിച്ച് വെക്കത്തില്ല. അച്ഛന് ജീവിക്കാൻ അറിഞ്ഞുകൂടാ, അതാ പറ്റിപ്പോയത്. എൻ്റെ അമ്മ അതിനെക്കാട്ടി ഒരു പൊട്ടിയാണ്. എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന ഒരു സ്ത്രീയാണ്. അവർക്കും ജീവിക്കാൻ അറിഞ്ഞുകൂടാ.
മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ച് തെണ്ടി 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 നമ്മളിങ്ങനെ എത്ര നാൾ ജീവിക്കുമെന്ന് അന്ന് നമ്മൾ ചിന്തിച്ചായിരുന്നെങ്കിൽ ഇന്നീ ഗതി വരത്തില്ലായിരുന്നു. സത്യം ഇന്ന് ഞാൻ അനുഭവിക്കുന്നതും അതാണ്. അങ്ങനെ ഓരോരുത്തരോടും 10 രൂപ വാങ്ങിക്കും, 20 രൂപ വാങ്ങിക്കും. അങ്ങനെ വാങ്ങിച്ച് കടക്കണിയുടെ അങ്ങേ അറ്റം നിൽക്കുകയാണ്. കട ഒരു 3-4 കട തുടങ്ങി. ആ കടയെല്ലാം ഓരോരുത്തർക്ക് കടം കൊടുക്കും സാധനം, പിന്നെ അവർ തിരിച്ചു കൊടുക്കത്തില്ല. അങ്ങനെ കുറേ ഇഷ്യൂ വന്ന് അങ്ങനെ ആ കച്ചവടവും പൂട്ടിക്കഴിഞ്ഞ് ഞാൻ ഒരു 7-ലൊക്കെ പഠിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു അടുത്തൊരു കശുവണ്ടി ഫാക്ടറി ഉണ്ടായിരുന്നു. അവിടെ അമ്മ ജോലിക്ക് പോയി തുടങ്ങിയത്. അതുവരെ അമ്മ ഇടയ്ക്ക് വീഡിയോ കട്ടായി പോയതാട്ടോ. അമ്മ ജോലിക്കൊന്നും പോയിട്ടില്ലായിരുന്നു. കാരണം അമ്മ കല്യാണത്തിന് മുന്നേ പിള്ളേർക്ക് ഈ അക്ഷരം പറഞ്ഞു കൊടുക്കുകയും ട്യൂഷൻ എടുക്കുകയൊക്കെ ആയിരുന്നു. അമ്മ അങ്ങ് വീട്ടിലെ ഇളയ കുട്ടിയായതുകൊണ്ട് അരുത്തി കൊഞ്ചിച്ച് ജോലിയൊന്നും ചെയ്യാതെ അങ്ങനെ വളർത്തിയതാണ് ഈ ചേട്ടത്തിമാരെല്ലാം കൂടെ. അതിൻ്റേതായ എല്ലാ ദോഷങ്ങളും അമ്മയ്ക്കുണ്ട് കേട്ടോ. ഒന്നിനോട് ഒരു ഊർജ്ജസ്വലത ഇല്ലാത്ത, ഒരു ജോലി ചെയ്യാൻ പോലും നേരെ ചൊവ്വേ അറിയത്തില്ല. അപ്പോൾ അമ്മ അങ്ങനെ അങ്ങ് കശുവണ്ടി ഫാക്ടറിയിൽ പോലെ സമയത്ത് അവിടെ അറിയാമല്ലോ ഭയങ്കര ചൂടാണ്. അമ്മയ്ക്കതൊന്നും പറ്റത്തില്ല. തലമുടി കൊഴിച്ചിലും ദേഹമെല്ലാം ചൊറിഞ്ഞ് പൊട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിലും അമ്മ പോയി. അവിടുന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനമാണ്. കുറേ പേരുടെ പലിശക്കാർക്കൊക്കെ പിടിച്ചു നിന്നു. അച്ഛൻ ആ സമയം അച്ഛൻ്റെ സുഖം തേടി അച്ഛൻ പട്ടം നടക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടുകാരൊത്ത് ഉല്ലസിച്ച് അവർക്ക് ഇതിനെപ്പറ്റിയൊന്നും അറിയണ്ടല്ലോ. ആ സമയത്ത് ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാനൊരു കുട്ടിയാണ്, അതായത് പ്രായപൂർത്തിയാകുന്നത്. ആ സമയത്ത് ഞാനിങ്ങനെ തുള്ളിച്ചാടി കിടക്കും. ഇതിൻ്റെ സീരിയസ്നെസ് ഒന്നും ഇപ്പോഴും എനിക്കറിയാം, അന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ആ സമയത്ത് അച്ഛൻ വന്നു, കുറേ പലഹാരവും കുറച്ച് ഒരു കൂട്ടുകാരും ഒക്കെ ആയിട്ട് വന്നു. അന്നും ഞാൻ ഓടിച്ചെന്നിട്ട് പറഞ്ഞു, അച്ഛൻ ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണ്. നമുക്കെപ്പോഴും അച്ഛന്മാരെ കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. അച്ഛൻ വന്നു, അച്ഛൻ കാര്യം കഴിഞ്ഞു, അച്ഛൻ പോയി. പിന്നെ അച്ഛൻ്റെ അച്ഛൻ വന്നു. അദ്ദേഹം പ്രായ മനുഷ്യനാണ്. എനിക്കൊരു മോതിരവും ഡ്രസ്സും ഇതൊക്കെ കൊണ്ടു തന്നു. അതൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അയ്യോ ഇത്രയും പലഹാരം കൊണ്ട് ആൾക്കാർ കാണാൻ വരുന്നല്ലോ, അങ്ങനെ ഇങ്ങനെ. പിന്നെ എൻ്റെ വല്യമ്മ എനിക്കൊരു മോതിരം തന്നായിരുന്നു അന്ന്. പിന്നെ കുറേ പേര് പൈസ കൊണ്ട് തന്നായിരുന്നു. അന്നത്തെ ആഘോഷങ്ങളൊക്കെ അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ. അതിൽ ഈ സമയത്ത് ഞാൻ കുറേ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഓർക്കുന്ന കാര്യങ്ങളൊക്കെ പറയും. ഇപ്പം എൻ്റെ മനസ്സ് ഫുള്ള് ബ്ലാങ്കാണ്. എനിക്ക് എന്തും പറയണമെന്ന് പോലും അറിഞ്ഞുണ്ട്. എൻ്റെ കിളി പോയി ഇരിക്കുവാണ്. ഞാൻ എന്തൊക്കെയാണ് പറയുന്നത് പോലും എനിക്ക് അറിയില്ല. അവസാനം സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടം എല്ലാം ഞാൻ വീടിനടുത്ത് സ്കൂളാണ് പഠിച്ചത്. നമ്മൾ ഫ്രണ്ട്സുമായിട്ട് പോകുന്ന സമയത്തൊക്കെ ഈ അച്ഛന്മാരൊക്കെ കള്ളു കുടിച്ചിട്ട് കിടക്കുമ്പോഴേ നമ്മൾ പെട്ടെന്ന് അവരെ കാണുമ്പം സത്യം ഞാൻ എൻ്റെ അച്ഛൻ പോലും അല്ലെന്നുള്ള രീതിയിൽ പോയെങ്കിലും നമ്മുടെ മനസ്സിനകത്ത് ആ കിടക്കുന്ന കണ്ടിട്ട് സഹിക്കാൻ പറ്റാതായിട്ട് നമ്മൾ ചെല്ലാനും പറ്റത്തില്ല. കാരണം നമ്മളൊരു പെൺകുട്ടിയാണ്. ചിലപ്പം വസ്ത്രം അങ്ങോട്ടോ മാറിയൊക്കെ ആയിരിക്കും കിടക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ മറഞ്ഞു വരുമ്പോഴത്തേക്കും ചിക്കുന്ന എടി നിൻ്റെ അച്ഛനല്ലേ കിടക്കുന്നതെന്ന് ആ ഒരു ചോദ്യം ചങ്ക് തുളച്ചു പോകുന്ന ഒരു ചോദ്യമാണ്. എനിക്കിപ്പോഴും അങ്ങനെയുള്ള വ്യക്തികളോട് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ മക്കളെയെങ്കിലും ഓർക്കുക. ജസ്റ്റ് ഭാര്യ ഓർത്തില്ലെങ്കിലും വേണ്ടിയില്ല, നിങ്ങളുടെ മക്കൾ അനുഭവിക്കുന്ന ആ ഒരു വിഷമം എനിക്ക് ഇന്നോർക്കുമ്പോൾ എനിക്ക് അവരെയൊക്കെ കൊല്ലാനുള്ള ദേഷ്യമാണ് തോന്നുന്നത്. നമ്മുടെ ബാല്യത്തിൽ നമുക്ക് സന്തോഷം കിട്ടിയിട്ടുള്ളതല്ലേ. കുറേ അമ്മയുടെ വീട്ടിൽ വന്ന് നിൽക്കാം, ഇപ്പം നമുക്ക് ഇറങ്ങിപ്പോവാം, അവിടെ ചിന്തിക്കാം. നമ്മുടെ മക്കൾക്കൊരു പുല്ല് വില പോലും തരത്തില്ല കേട്ടോ. എൻ്റെ അച്ഛനങ്ങനെ ആ ഒരു പറച്ചിൽ ജീവിതം അവസാനം വരെ കേട്ടോണ്ടിരിക്കണം. അല്ലെങ്കിൽ ആരെങ്കിലും 10 രൂപ തന്നാൽ അതിൻ്റെ പറച്ചിൽ ഈ ചാകുന്നവരെ കേൾക്കണമെന്ന് പറഞ്ഞതാണ്. നിൻ്റെ അമ്മയായാലും നിൻ്റെ അച്ഛനായാലും ഇങ്ങനെയല്ല, ഞങ്ങളൊക്കെ ഉള്ളായിരുന്നു, നിങ്ങളൊക്കെ ഉള്ളായിരുന്നു. ഇത് കേട്ട് എനിക്ക് മടുത്ത് സത്യം പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറയാൻ വന്നതങ്ങ് പറഞ്ഞു തീർക്കാൻ പറ്റുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ ഓർക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോവുകയാണ്. ആ സമയത്ത് നമ്മുടെ വീടിൻ്റെ ഇതൊക്കെ കല്ലിട്ടിരിക്കുന്ന സമയം +2 കഴിഞ്ഞ് ഞാൻ പോളിക്ക് കൊല്ലത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊല്ലം പോളിടെക്നിക് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് 19 വയസ്സിലായിരുന്നു എൻ്റെ മാരേജ്. ആ സമയത്ത് ഒരു ബ്രോക്കർ വന്നിട്ട് പറഞ്ഞു ഇതുപോലെ ഇങ്ങനെ നല്ലൊരു പയ്യനെ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ കല്യാണം വേണമെന്ന് പറഞ്ഞു. പറഞ്ഞപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ ടെൻഷൻ. അമ്മയ്ക്കന്ന് യൂട്രസിൻ്റെ കുറേ വിഷയമൊക്കെ ഉണ്ടായിരുന്നു, ബ്ലീഡിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ വിചാരിച്ച് ഇത്രയും പെട്ടെന്ന് കല്യാണം അങ്ങ് നടത്തി വിടണേ. അത് പോട്ടെ, ആ സമയത്ത് നമ്മൾ നിന്ന് ആ ഓടിട്ട പഴയൊരു വീടായിരുന്നു, കുടുംബ വീട്. അതിൻ്റെ മേൽക്കൂരയൊക്കെ പൊളിഞ്ഞ് വീണ് അതിനകത്താണ് കിടക്കുന്നത്. വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങുക. അതുപോലും ശരിയാക്കാനുള്ള പൈസ നമ്മുടെ കയ്യിലില്ല. കഷ്ടം ഒന്നോർത്ത് എൻ്റെ അമ്മൂമ്മ ഒന്നും ഒരു സുഖം അനുഭവിച്ചിട്ടുള്ള വ്യക്തിയല്ല. കാരണം എൻ്റെ അമ്മയെ ഓർത്തുള്ള ദുഃഖമായിരുന്നു. മക്കളെ അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെ വന്നിരിക്കുന്നത്. അമ്മൂമ്മയ്ക്കൊരു വിചാരം ഉണ്ടായിരുന്നു, ഒരിക്കലും അമ്മ ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരില്ല, അമ്മയെ നോക്കുമെന്ന്. അതൊക്കെ ഞാൻ വഴിയെ പറയാം. അത് കഴിഞ്ഞിട്ട്
അമ്മൂമ്മയ്ക്ക് എന്താണെന്നറിയാം, ഒരു ദിവസം അമ്മൂമ്മ പുറത്താണ് നമ്മുടെ ബാത്റൂമിൽ പോയിട്ട് ഒരു കിണറ്റിൽ നിന്ന് വെള്ളം കോരി ബക്കറ്റും വെള്ളമായിട്ടാണ് നമ്മൾ പോകുന്നത്. ആ അയ്യത്ത് പോയ സമയത്ത് അമ്മൂമ്മ അപ്പുറത്തെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ബക്കറ്റും വെള്ളം കൊണ്ട് ചെല്ലുന്നതുകൊണ്ട് അവർ ചോദിച്ചു, എന്താ അമ്മാമ്മ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചപ്പം പറഞ്ഞ് എൻ്റെ വീട്ടിൽ വന്നതാണ്. അന്ന് അമ്മൂമ്മയുടെ ഓർമ്മ നഷ്ടപ്പെട്ടു. എന്നെ അമ്മയെ ഒന്നും തിരിച്ചറിയത്തില്ല. കൊച്ചു കുട്ടികളെ പോലായിരുന്നു അമ്മൂമ്മ. അത് വല്ലാത്തൊരു നഷ്ടവും തിരിച്ചടിയായിരുന്നു കേട്ടോ. പിന്നെ അമ്മയ്ക്ക് ജോലിക്ക് പോകണം, അമ്മൂമ്മ ഇറങ്ങിയൊക്കെ ഓർമ്മ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആരെയും ഒന്നിനും കൊള്ളില്ല എന്ന് പറയുന്നത് എത്ര സത്യമാണല്ലേ. അതുവരെ ജോലി ചെയ്തുകൊണ്ടിരുന്ന അമ്മൂമ്മ പെട്ടെന്ന് വേറൊരാളായി. കൊച്ചു കുട്ടികളെ പോലായി. മണ്ണ് വാരി തിന്നുക, തുണി അഴിച്ച് കുളത്തിൽ കുളിക്കാൻ പോകുക എന്ന് പറയാം. അമ്മൂമ്മയുടെ ബാല്യകാലത്തെ ഓർമ്മകളായിപ്പോയി. അതൊരു നഷ്ടമായിപ്പോയി അമ്മൂമ്മയ്ക്ക്. അതുകൊണ്ട് എൻ്റെ കല്യാണം പോലും ഒന്നും ഓർമ്മയില്ല. ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ കല്യാണം കാണുക. ഞാൻ നല്ല നിലയിലെത്തുന്നത് കാണുക. കാരണം ഞാൻ എൻ്റെ അമ്മയെക്കാട്ടി കൂടുതൽ എൻ്റെ അമ്മയെന്ന് വിളിച്ചത്. ഞാൻ മരിക്കും, ഞാൻ എന്തെങ്കിലും ആയി തീർന്നാലും എൻ്റെ അമ്മൂമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും, എൻ്റെ അമ്മൂമ്മയെ ഓർക്കുന്ന എന്തെങ്കിലും കാര്യം ചെയ്യണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. എൻ്റെ സ്വപ്നങ്ങൾ മൊത്തം എൻ്റെ അമ്മയും ഞാനും ഒരു നല്ല വീട്ടിൽ താമസിക്കണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്കറിയില്ല, ഓരോരുത്തരുടെ ലൈഫ് മാറുന്ന നോക്കിക്കോണം. അങ്ങനെ എന്താ പറയുക, അപ്പം മാമനാണെങ്കിൽ ഫ്രണ്ടിൽ ഒരു വീട് വെക്കുന്നുണ്ടായിരുന്നു. 2 നില വീടാണ്. അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് തേച്ച് വയറിങ്ങൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അന്നേരം ഈ വീടിങ്ങനെ ഇടിഞ്ഞ് താഴ്ന്നു വീണ സമയത്ത് അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. അമ്മൂമ്മയ്ക്ക് ഇങ്ങനെ ഓർമ്മയും കൂടി ഇല്ലാതിരിക്കുകയാണോ അതോ ഓർമ്മയില്ലാതിരിക്കുകയാണ്. അപ്പോൾ അമ്മൂമ്മയും കൊണ്ട് ഈ വീട്ടിൽ നമ്മൾ താമസമായി. വാതിലൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷേ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. ടൈലിടാനുണ്ട്, ഇതൊക്കെ ഉണ്ട്. അവർ പുറത്തായതുകൊണ്ട് അവർ വരുമ്പോഴത്തേനല്ലേ പണി കഴിയത്തുള്ളൂ. അപ്പം നമ്മൾ പാല് കാച്ചത്തോണ്ട് വെളിയിൽ വെച്ചാണ് ആഹാരം വയ്ക്കുന്നതൊക്കെ. ആ സമയത്ത് ഒരു ബ്രോക്കർ ഇങ്ങനെ ഒരു ആലോചനയും കൊണ്ടുവന്നു. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, അമ്മ അന്നും കശുവണ്ടി ഫാക്ടറി പോവുകയാണ്, എന്നെക്കൊണ്ട് ഒരു നിവർത്തിയില്ല, കടത്തിന് പുറത്ത് കടവായിട്ട് നിൽക്കുകയാണ്, കൊച്ചു പഠിച്ചെന്തെങ്കിലും ജോലിയായിട്ട് കല്യാണം കഴിപ്പിച്ച് വിടാമെന്ന്. പക്ഷേ എന്തു പറ്റിയെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ വിധിയായിരിക്കും, വിധിയെ തടുക്കാൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞതുപോലെ അമ്മ പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് അവർ പറഞ്ഞു, പെണ്ണിനെ വന്നൊന്ന് കണ്ടോട്ടെ, അവർക്കൊന്നും വേണ്ട, നല്ലൊരു പെൺകുട്ടി മതി എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് അറിഞ്ഞൂടാ, എനിക്കിപ്പം ഇയർ ബാലൻസിൻ്റെ കുഴപ്പമുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ എന്തോ തന്നെയുള്ള ഉറക്കം വരുവാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഉറങ്ങിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഉറക്കം വരുന്നുണ്ട്. അങ്ങനെ എന്താ പറഞ്ഞു വന്നേ, ഓർമ്മയും പോയോ. അന്നേരം അവർ പറഞ്ഞെന്ന് വെച്ചാൽ പെണ്ണിനെ മാത്രം മതി, പെണ്ണ് കാണാൻ വന്ന സമയത്ത് പിന്നെ നമ്മൾ അത്യാവശ്യം സ്വർണം കൊടുക്കുമല്ലോ നമുക്ക്. അങ്ങനെ നമ്മൾ കല്യാണമൊക്കെ നടത്തി. കല്യാണത്തിന് 1 രൂപ പോലും എൻ്റെ അമ്മയുടെ കയ്യിലില്ല. കടം വാങ്ങിച്ചാണ് നിശ്ചയം നടത്തിയത്. നമ്മുടെ അടുത്തൊരു ദേവീക്ഷേത്രത്തിൽ വെച്ചായിരുന്നു നിശ്ചയം നടത്തിയത്. 19ാമത്തെ വയസ്സിലാണെന്ന് ഓർക്കണം. 1 രൂപ, ഒരു സ്വർണ്ണം എനിക്കില്ല, ഒരു സ്വർണം പോലും എനിക്കില്ല കേട്ടോ. അങ്ങനെ കല്യാണം നടന്നു. അപ്പം നിശ്ചയത്തിന് ചെറുക്കനുണ്ടാകാനുള്ള മോതിരം എൻ്റെ വല്യമ്മയുടെ മോന് ഗൾഫിലായിരുന്നു, ചേട്ടനാണ് തന്നത്. അന്ന് എത്ര, ഒരു പവന് 25,000 രൂപയും കൊണ്ടായിരുന്നെന്ന് തോന്നുന്നു. അരപ്പവൻ്റെ മോതിരമാണെന്ന് തോന്നിയിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ചേട്ടൻ ഗൾഫിൽ നിന്ന് വന്നപ്പോഴേ പൈസ കൊണ്ട് തന്ന് പേരെഴുതിയ മോതിരം നമ്മൾ നിശ്ചയത്തിനിടുമല്ലോ. അങ്ങനെ നിശ്ചയമൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ് പെട്ടെന്ന് കല്യാണം നടത്തണം, പയ്യനെ പുറത്ത് പോകാനാണെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞ്, എൻ്റെ പെട്ടെന്ന് കല്യാണം നടത്താൻ പറഞ്ഞാൽ പൈസയൊന്നുമില്ല, പെട്ടെന്ന് അങ്ങനെ കല്യാണം നടത്തുക. അപ്പോൾ എല്ലാവരും പറഞ്ഞ് രജിസ്റ്റർ മാരേജ് ചെയ്ത് അങ്ങ് വിടും, അല്ലെങ്കിൽ എന്തിനാ ഇപ്പോൾ പെട്ടെന്ന് കല്യാണം നടത്തുന്നത്, ഞങ്ങളുടെ കയ്യിൽ ആരുടെയും കയ്യിൽ പൈസ ഇല്ല, ഇത് കാര്യം 1 രൂപ പോലും എനിക്ക് തന്നില്ല, പൈസ ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ എന്ത് ചെയ്തെന്നറിയാവോ, എനിക്ക് ഇന്നായിരുന്നെങ്കിൽ ഞാൻ സമ്മതിക്കത്തില്ലായിരുന്നു. അമ്മയ്ക്ക് മാമൻ്റെ വൈഫ് എഴുതി കൊടുത്ത വീട് വെക്കാനുള്ള 5 സെൻറ്റ് സ്ഥലം അമ്മ എൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ അവർക്ക് കൊടുത്തു. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബ വീട്ടിൽ കൂടെ വഴിയായതുകൊണ്ട് പുറത്തുനിന്ന് ഒരാൾക്ക് ആ വസ്തു എടുക്കാൻ പറ്റില്ല. അവരുടെ വസ്തുവിനോട് ചേർന്ന് കിടക്കുന്ന വസ്തു ആയതുകൊണ്ട് അവർക്കെടുക്കാം. അപ്പോൾ 5 സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നു. നമ്മുടെ സ്വപ്നങ്ങളെല്ലാം പൂവണിയേണ്ട ഒരു സ്ഥലമല്ലേ നമ്മൾ വീട് വെച്ച് താമസിക്കുന്നതും. എന്തെല്ലാം സ്വപ്നം കണ്ടിരുന്നതാണ്. അമ്മൂമ്മ എപ്പോഴും ഉണ്ട്. അങ്ങനെ നമ്മുടെ 5 സെൻറ്റ് സ്ഥലം നമ്മൾ വിറ്റു.
വിറ്റിട്ട് എനിക്ക് ഉറക്കം വന്ന് പണ്ടാരം അടങ്ങുന്നു. ആ 5 സെൻറ്റ് സ്ഥലം വിറ്റിട്ട് നമുക്ക് കിട്ടിയെന്ന് വെച്ചാൽ 3,50,000 രൂപ. അതെന്തിനുണ്ട്? അതിൽ 1,50,000 രൂപ പഞ്ചായത്തിൽ വീടിന് കിട്ടിയ പൈസ നമ്മൾ അടച്ചാൽ മാത്രമേ അവർ ആ വസ്തു എടുക്കുമെന്ന് പറഞ്ഞു. അത് അവരുടെ കാര്യം. നാളെ അതിനെപ്പറ്റി ഒരു ബുദ്ധിമുട്ട് അവർക്കുണ്ടായിരുന്നെന്ന് കരുതിയായിരിക്കും അവർ പറഞ്ഞത്. എന്നിട്ട് നമ്മൾ ആ വസ്തു വിറ്റിട്ട് അതിൽ കല്യാണം നടത്തണം, പിന്നെ തലേന്നത്തെ കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ ആ പൈസക്കെല്ലാം കിട്ടും. പിന്നെ അന്നത്തെ കാലത്തൊക്കെ നമ്മളൊരു കല്യാണം വെട്ടി കൊടുക്കുന്നത് 500, 250 രൂപയൊക്കെ ആയിരിക്കും. അടുത്ത ബന്ധുക്കളാണെങ്കിൽ ഒരു 1000 അല്ലെങ്കിൽ കൂടിപ്പോയാൽ 10,000 രൂപ. അതിൽ കൂടുതൽ ആരെങ്കിലും തരുമോ? അങ്ങനെ എല്ലാവരും തരണമെന്നുമില്ല. അങ്ങനെ കല്യാണമൊക്കെ നടന്നു. 10-20 പവൻ്റെ ഗോൾഡ് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഉണ്ടായിരുന്നു. ചെറുക്കന് മാല ഇട്ടതും അല്ലാതെ. പിന്നെ കല്യാണം നടത്തിയത് സദ്യക്കൊക്കെ വേറെ കാശല്ലേ. അങ്ങനെ അവിടെയും കുറേ കടബാധ്യതകളുണ്ടായി. ഓരോരുത്തരോട് പലിശയ്ക്കൊക്കെ വാങ്ങിച്ചാണ്. കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് തന്നെ സ്വർണ്ണക്കടക്കാർ വന്ന് വിഷയം ഉണ്ടാക്കി. അവർക്ക് കുറച്ച് പൈസ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആകെ രണ്ട് മാലയുള്ളായിരുന്നു. 2 മാലയ്ക്കകത്തുനിന്ന് ഒരു മാല അമ്മ അങ്ങോട്ട് പണയം വെക്കാൻ ചോദിച്ചപ്പം ഹസ്ബൻഡ് കൊടുത്തു. ഇല്ലാത്ത പറഞ്ഞുകൂടെ കൊടുത്തിട്ട് അത് പിന്നെ എടുക്കാൻ പറ്റിയില്ല. പലിശ കയറിപ്പോയി. അവിടെ നിന്ന് പ്രശ്നങ്ങൾ തുടങ്ങി. കാരണം ആ സാധനം എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുക്കാത്തതിന് ഈ കടങ്ങളും പലിശയും വന്നപ്പം അങ്ങോട്ടും മറിച്ച് വെച്ചു, ഇങ്ങോട്ടും മറിച്ച് വെച്ചു. എനിക്കറിയാൻ പറ്റത്തില്ല എവിടെ നിന്നൊക്കെയാണ് കടങ്ങൾ കയറുന്നത്. സത്യം പറയാമല്ലോ, എനിക്ക് ജനിച്ചപ്പോൾ തൊട്ടോ സ്വസ്ഥതയില്ല. കല്യാണം കഴിഞ്ഞപ്പോഴോ അതിനിരട്ടി. ഞാൻ ആരോട് പറയും? പറ. ഏത് വ്യക്തികളോട് പറയണം? എനിക്ക് ബ്രദറുണ്ടോ, സിസ്റ്ററുണ്ടോ, അച്ഛൻ സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ടോ, വസ്തു ഉണ്ടോ വിൽക്കാൻ? ഇല്ല. ഞാൻ ആരോട് പറയും? ആരോടും പറയാനില്ല. എൻ്റെ അമ്മ കടം വാങ്ങിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ തുടർന്നു പോകും. കാരണം ഒരാൾ ചോദിക്കുമ്പോൾ അയാൾക്ക് പൈസ കൊടുക്കാൻ അടുത്ത ആളോട് മേടിക്കും, അടുത്ത ആൾക്ക് കൊടുക്കാനോ അതിൻ്റെ അടുത്ത ആളോട് മേടിക്കും. മുതലുകളെല്ലാം അവിടെ കിടക്കുന്നു. പലിശകൾ കൊടുത്ത് നാട് മൊത്തം കടക്കണി എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറം ഇനി പറയാനൊരു പേരില്ല. ഞാനിനി കരയില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് മരവിച്ച അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 10 വർഷമായിട്ടും തീരാത്ത കടമെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ചു. കടമെന്ന് വെച്ചാൽ ഇവിടെ മുതലടയ്ക്കാനുള്ള പൈസ അമ്മയ്ക്കുണ്ടോ? അമ്മ എന്ത് ജോലിക്ക് പോകുന്നു? അമ്മയ്ക്ക് ആരെങ്കിലും കൊടുക്കാനുണ്ടോ? ഇല്ല. ചോദിക്കുന്നവർക്ക് പലരും ചോദിക്കും, നിൻ്റെ മോടെ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമില്ല, ഇതിന് വേണ്ടി തീരാത്ത കടം. നിൻ്റെ മോടെ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി, ശരി, സമ്മതിച്ചു. എൻ്റെ അമ്മയ്ക്ക് കൊടുക്കാൻ ആരുണ്ട്? ആരുമില്ല. കെട്ടിക്കൊണ്ട് വരുന്നവരെല്ലാം കൊടുക്കണമെന്നുണ്ടോ? കൊടുക്കുന്നതിനൊരു കണക്കുണ്ട്. ഈ ഗോൾഡ് എടുത്ത് കൊടുക്കാത്തതിൻ്റെ പേരിലായിരുന്നു അന്നത്തടി. അപ്പോൾ ആ സമയത്ത് എന്താ പറയുക, പിന്നെ എൻ്റെ കുഞ്ഞിനെ പ്രഗ്നൻ്റായി. ആ സമയത്ത് ഞാൻ എൻ്റെ കുഞ്ഞിനെ ഏകദേശം 6-7 മാസമായപ്പോൾ എൻ്റെ അമ്മൂമ്മ മരിച്ചു കേട്ടോ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു താങ്ങാവുന്നതിലപ്പുറമായിരുന്നു എൻ്റെ അമ്മൂമ്മയുടെ മരണം. എനിക്കറിയില്ല. എൻ്റെ അമ്മയെക്കാട്ടി ജീവൻ എൻ്റെ അമ്മൂമ്മ കേട്ടോ. അത് ഞാൻ അമ്മൂമ്മയുടെ പള്ളക്കീഴിലേക്ക് കിടക്കത്തുള്ളായിരുന്നു. അമ്മൂമ്മ കയ്യിലും ബ്ലൗസിലും ആ വയറ്റത്ത് ഇങ്ങനെ തല വെച്ച് കിടന്ന് ഉറങ്ങുന്നത്. അമ്മൂമ്മയ്ക്ക് എൻ്റെ ചൂടിലേക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ പോയി കിടന്ന എൻ്റെ അമ്മൂമ്മ എന്നോട് പിണങ്ങും. ഞാനും അമ്മൂമ്മയുടെ അടിയൊക്കെ ഉണ്ടാവുമെങ്കിലും അമ്മൂമ്മയ്ക്ക് എപ്പോഴും എന്നെ കണ്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് പറയാമെന്ന കാര്യം മുഴുവിപ്പിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് എന്താ പറയുക, എനിക്ക് സ്റ്റാൻഡില്ലാത്തതുകൊണ്ട് ഞാൻ കയ്യിൽ ഐഫോൺ പിടിച്ചിരിക്കുന്നുണ്ട്. ക്യാമറ നോക്കി സംസാരിക്കാൻ എനിക്ക് അറിയില്ല ഇപ്പോഴും. ഇതിൻ്റെ വീഡിയോ ഇടുന്നത് തന്നെ ശരിയാണോ തെറ്റായിട്ടാണോ എന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് ജീവിക്കണം. എനിക്ക് എന്തെങ്കിലും ഒരു വരുമാന മാർഗ്ഗം വേണമെന്ന് കരുതി തന്നെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് കേട്ടോ, അല്ലാതൊന്നുമല്ല. അങ്ങനെയായി കുഞ്ഞിനെ പ്രസവിച്ചു, 28 കെട്ട്. അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം, ഞാൻ പ്രസവിച്ച് കിടക്കുകയാണ്. അത്രയും നാൾ അതിൻ്റെ ഇടയ്ക്ക് വീടിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മൾ മാമൻ്റെ വീട്ടിൽ നിന്നെന്ന് പറഞ്ഞില്ലേ, എൻ്റെ കല്യാണ സമയം ആയപ്പോഴത്തേന് വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. ഏകദേശം പെയിൻ്റ് അടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. എൻ്റെ കല്യാണം ആയപ്പോഴത്തേന് ടൈലൊക്കെ ഇട്ടു, പണിയെല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടെ തന്നെയാണല്ലോ താമസിക്കുന്നത്. കാരണം അമ്മൂമ്മ അവിടെ തന്നെ ഉണ്ടല്ലോ, അമ്മ അവിടെ അതല്ല നിൽക്കുന്നത്. അപ്പം എൻ്റെ പ്രസവമൊക്കെ ആയ സമയത്ത് അമ്മൂമ്മയൊക്കെ മരിച്ചു കഴിഞ്ഞപ്പം മാമനും വൈഫും അവരുടെ പേഴ്സണൽ കാര്യമില്ലേ, അവിടെ അമ്മ നിൽക്കാൻ ഒക്കത്തില്ലെന്ന് പറഞ്ഞു. അമ്മയുടെ ജീവിതത്തിൽ കിട്ടിയ
തിരിച്ചടി എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു തിരിച്ചടി എൻ്റെ അമ്മയ്ക്ക് കിട്ടാനില്ല. ആ ആ സ്ത്രീ ഒന്നോർത്താൽ ഒരു സുഖവും ദുഃഖവും അനുഭവിച്ചിട്ടുള്ളൊരു ദുഃഖങ്ങളല്ലാതെ സുഖം അനുഭവിച്ച വ്യക്തിയല്ല എൻ്റെ അമ്മ. സത്യം പറയാൻ ജീവിക്കാൻ അറിയാത്തൊരു പാവം പിടിച്ച സ്ത്രീയാണ് സത്യം പറഞ്ഞ എൻ്റെ അമ്മ. എനിക്ക് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള വിഷമമാണ്, കുറേ പേരുകളല്ലാതെ സത്യം. എന്നിട്ട് എൻ്റെ കല്യാണം കഴിഞ്ഞ് എനിക്കൊരു ജീവിതമായി. അപ്പം അവർ പറഞ്ഞ അവിടെ നിൽക്കാൻ ഒക്കത്തില്ല, എൻ്റെ അമ്മയെ ഇറക്കി വിട്ടെന്നല്ല, അവിടെ നിൽക്കാൻ ഒക്കത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ അമ്മയുടെ ചേട്ടത്തിയുടെ വീട്ടിൽ കുറച്ച് നാളുന്ന. അപ്പോൾ കോവിഡ് സമയമൊക്കെ ആയി. അമ്മ ജോലിക്ക് പോകുന്നുണ്ട് അന്നേരം. ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു മനുഷ്യൻ്റെ അവസ്ഥ. അത്രയും വർഷം ജീവിച്ചിട്ട് പെട്ടെന്ന് അവിടുന്ന് ആ സ്ഥലത്തുനിന്ന് പോകുമ്പോഴൊരു വിഷമം ഒന്ന് ആലോചിച്ച് നോക്കും. ഇത്ര കൂടപ്പിറപ്പാന്ന് പറഞ്ഞാലും അവർക്ക് ചില സമയങ്ങളിൽ നോ പറയേണ്ട അവസ്ഥ വരും. അപ്പം ഞാൻ പ്രസവിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അപ്പം ഞാൻ എവിടെ നിൽക്കും? കാരണം 28 ഫസ്റ്റ് കല്യാണം കഴിഞ്ഞ ആദ്യത്തെ പ്രസവമല്ലേ. അപ്പോൾ നിൽക്കാനൊരു വീട് വേണമല്ലോ. ആ സമയത്ത് വാക്ക് തർക്കങ്ങൾ, എവിടെ നിൽക്കും? അപ്പം ഇവർ പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ നിൽക്കാൻ എങ്ങും പോവേണ്ട, അത് പക്ഷെ നാണക്കേടല്ലേ. അങ്ങനെ എൻ്റെ മാമൻ്റെ മോൻ പറഞ്ഞ് എങ്ങും പോകേണ്ട, അവൾ അവിടെ വന്ന് നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവരെന്നെ പൊന്നുപോലാണെ നോക്കി, ഇല്ലാത്തതൊന്നും ഞാൻ പറയത്തില്ല. 68 ദിവസവും കൊണ്ട് ഞാൻ അവിടെ നിന്നു. എന്നിട്ട് കുഞ്ഞിനെയും കൊണ്ട് വന്നപ്പോൾ അമ്മ എൻ്റെ കൂടെ വന്ന് കുറച്ച് ദിവസം അമ്മ നിന്നു. എന്നിട്ട് അമ്മ ജോലിക്കൊക്കെ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഈ കടങ്ങൾ കിടക്കുമല്ലോ. കുഞ്ഞിന് മാലയൊന്നും ഇട്ടില്ലെന്ന് തോന്നുന്നു, അതോ എൻ്റെ കയ്യിൽ കിടന്നൊരു മാല മാറി കുഞ്ഞിനിട്ടേന്ന് തോന്നുന്നു. എല്ലാവരുടെയും മുന്നേ അത് കാണിക്കണ്ട, അതിന് വേണ്ടി ചെയ്യുന്നതാണ്. എൻ്റെ മാല മാറി എൻ്റെ കുഞ്ഞിനിട്ടെന്ന് തോന്നുന്നു. അതെല്ലാം കഴിഞ്ഞ് സന്തോഷമായിട്ട് വീട്ടിൽ വന്നു. പിന്നെയും പ്രശ്നങ്ങൾ. കാരണം അമ്മയ്ക്ക് കുറച്ച് നാൾ ഈ കശുവണ്ടി ഫാക്ടറി അടച്ചിട്ട് ആ സമയത്ത് ഈ പലിശക്കാർക്കൊന്നും പൈസ കൊടുക്കാനില്ല. അപ്പോൾ എൻ്റെ സ്വർണ്ണം എൻ്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 രൂപ പോലും ആർക്കും കൊടുക്കത്തില്ല. 1 രൂപ അയാൾ വിട്ടുവെച്ചാൽ ആ മനുഷ്യൻ്റെ മൈൻഡുകൾ അങ്ങനെ ആയിരിക്കും, സ്വഭാവം അങ്ങനെ ആയിരിക്കും. കാരണം അവർ ഒരുപാട് കഷ്ടപ്പെട്ട് വളർന്നതുകൊണ്ട് അവനവൻ സമ്പാദിക്കുന്ന പൈസ അവനവന് തന്നെ. അങ്ങനെ ഗോൾഡൊന്നും ചോദിച്ചാൽ കൊടുക്കത്തുമില്ല, പൈസയൊന്നും കൊടുക്കത്തില്ല. അതിപ്പം ഞാൻ കുറ്റം പറയില്ല, അവരുടെ പൈസ അവരുടെ ഇഷ്ടം. മറ്റുള്ളവർക്ക് വേണ്ടി ചിലവഴിക്കുന്ന ഇഷ്ടമായിരിക്കത്തില്ല. ഭാര്യയായാലും അമ്മയായാലും ആരായാലും അത് അവരുടെ ഇഷ്ടങ്ങളാണ്, അവരുടെ തീരുമാനങ്ങളാണ്. അപ്പം നമ്മുടെ നിസ്സഹായാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഇങ്ങനെ കല്യാണം കഴിച്ചു പോയി, ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കുഞ്ഞായി, ജോലിക്ക് പോകാനൊക്കത്തില്ല, ആരും കുഞ്ഞിനെ നോക്കും, അല്ലെങ്കിൽ നമ്മളെ വിടത്തില്ല. അങ്ങനായി. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഗോൾഡ് അറിയാതെ ഞാൻ കൊടുത്തിട്ട് അത് പണയം വെച്ച് തിരിച്ചും മറിച്ച് ഞാൻ അല്ലാത്ത ഗോൾഡ് വാങ്ങിയിടും. എന്നിട്ട് അങ്ങനെ തിരിച്ചും മറിച്ച് പിന്നെ പണയത്തിൽ നിന്ന് എടുക്കും, വെക്കും. എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് തന്ന ഗോൾഡൊന്നും ഞാൻ ഇട്ടിട്ട് പോലുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം എൻ്റെ അവസ്ഥ. എന്നിട്ട് മറ്റുള്ളവരെ കാണിക്കാൻ അല്ലാത്ത വഹിച്ചിട്ടുണ്ട് നടക്കണം. എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ കൊച്ചുനാളും പോലെ അനുഭവിച്ച് കല്യാണം കഴിഞ്ഞിട്ട് ഒന്ന് ആലോചിച്ച് നോക്ക് എന്നെക്കുറിച്ച്. എൻ്റെ മാനസികാവസ്ഥ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. അതൊക്കെ പോട്ടെ. അത് കഴിഞ്ഞിട്ട് കോവിഡ് സമയത്ത് ഞങ്ങൾക്ക് പഴയ വീടായിരുന്നു ഹസ്ബൻഡിൻ്റെ വീട്ടിൽ. അപ്പോൾ പുതിയ വീട് വെക്കാൻ തറക്കല്ലൊക്കെ ഇട്ട സമയത്ത് പറഞ്ഞ് അന്ന് വാങ്ങിച്ച മാലയില്ലേ, അതിൻ്റെ പൈസ ഏകദേശം 80,000 രൂപ 1 ലക്ഷം രൂപയോളം അടുപ്പിച്ച് വരും. അന്നത്തെ വിലയ്ക്ക് 50,000 2.5 പവൻ എങ്ങാണ്ടായിരുന്നു. അത് കൊടുക്കണം. അത് കൊടുക്കാൻ NSSൻ്റെ ഒരു ലോൺ ഉണ്ടായിരുന്നു 1 ലക്ഷം രൂപ. അത് നോക്കിയിരുന്നു, ആ ലോണ് കിട്ടിയില്ല. അതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര വിഷയങ്ങളായി. ഞാൻ കള്ളം കാണിച്ചെന്ന് പറഞ്ഞു. കള്ളീന്ന് വരെ പേര് കേട്ടിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. കാരണം കള്ളി എന്ന് വെച്ചാൽ എൻ്റെ സ്വർണം ഞാൻ മാറ്റി അല്ലാത്ത ഇമിറ്റേഷൻ ഗോൾഡ് വാങ്ങിച്ചിട്ട് കള്ളത്തരം കാണിച്ചെന്നും പറഞ്ഞ് എല്ലാവരുടെ നിന്നും ആ അവഹേളനമൊക്കെ ഞാൻ സഹിച്ചു. പോട്ടെ, ഞാൻ വിട്ട് കളഞ്ഞു. എന്ത് കേട്ടാലും ജീവിക്കണമല്ലോ എന്ന് കരുതി വിട്ട് കളഞ്ഞു. പോട്ടെ എന്ന് കരുതി. ഞാൻ എൻ്റെ അമ്മയ്ക്ക് കൊടുത്തതാണല്ലോ, അല്ലെ അമ്മയ്ക്ക് വേണ്ടി സഹായിച്ചതാണല്ലോ എന്ന് കരുതി വിട്ട് കളഞ്ഞു. എൻ്റെ അമ്മയും കേട്ടു കേട്ടോ, മോളെ നശിപ്പിച്ച്, മോളെ സ്വർണ്ണം മേടിച്ച് നാണം കെട്ടവളെന്നൊക്കെ ഒത്തിരി എൻ്റെ അമ്മയും കേട്ടു. പോട്ടെ. അതും കഴിഞ്ഞിട്ട്
പൈസ കൊടുക്കുക, കോവിഡ് സമയമായതുകൊണ്ട് അതൊന്നും ശരിയായില്ല. അപ്പോൾ പൈസ കൊടുത്തേ ഒക്കത്തുള്ളൂ. നമ്മൾ വീട് പണി ഒരു എഗ്രിമെൻ്റ് കരാറോടാണ് കൊടുത്തത്. അപ്പോൾ ഘട്ടമായിട്ട് വീട് പണിയുമ്പം ആൾക്കാർക്ക് പൈസ കൊടുക്കണമല്ലോ. അപ്പോൾ ആ സമയത്താണെങ്കിൽ എന്താ പറയുക, കോവിഡ് സമയമായതുകൊണ്ട് ജോലിയില്ല, പൈസയില്ല, വരുമാനമില്ല, ഒന്നുമില്ല. ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങൾ വിദേശത്തുണ്ട്. അവരോട് ഞാൻ കുറച്ച് പൈസ ചോദിച്ചു, ഏകദേശം 80,000 രൂപയോളം ചോദിച്ച് ഇതുപോലെ കൊടുക്കാമെന്ന്. അങ്ങനെ 80,000 രൂപ അവരെനിക്ക് തന്നു. ഇദ്ദേഹത്തിന് കൊടുത്തു, എൻ്റെ അമ്മയ്ക്ക് കിട്ടിയതാണെന്ന് പറഞ്ഞ് കൊടുത്തു. എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് അറിയാമായിരുന്നു. കാരണം അമ്മ എല്ലാ കാര്യത്തിനും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു സ്ത്രീയായിരുന്നു എൻ്റെ അമ്മായിയമ്മ. ചെറിയ ചെറിയ വഴക്കുകളുണ്ടെങ്കിലും നല്ല സ്നേഹമുള്ളൊരു സ്ത്രീയായിരുന്നു എൻ്റെ അമ്മായിയമ്മ. അങ്ങനെയായി. എൻ്റെ കുഞ്ഞിനന്ന് 4-5 വയസ്സുണ്ട്, മൂത്തവൾക്ക്. ആ സമയത്ത് വീട് പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട് മാറിയ സമയത്ത് എന്തോ ആവശ്യത്തിന് എൻ്റെ ഗോൾഡ് ചോദിച്ചപ്പം എനിക്ക് കൊടുക്കാൻ പറ്റുമോ, ഞാൻ ഇട്ടേക്കുന്ന അല്ലാത്തതല്ലേ, പറയാനൊക്കെ ആരോടെങ്കിലും. അതറിഞ്ഞു ഭയങ്കര അടിയും വഴക്കുമായി. നിങ്ങൾ ഓർക്കണം, 1 രൂപയ്ക്ക് കണക്ക് പറയുന്ന ഒരാൾക്ക് അവനവൻ്റെ കയ്യിലുള്ള മുതലും കൂടെ ഇല്ല എന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു തരം മാനസികാവസ്ഥ എന്തുമായിരിക്കും ഒന്ന് ചിന്തിക്കാമല്ലോ. അവിടുന്ന് വഴക്കും അടിയായി ഭയങ്കര വിഷയമായി. എൻ്റെ അമ്മയെ ഇറക്കി വിട്ടു. എൻ്റെ അമ്മ ഇവിടെ നിൽക്കാനൊക്കത്തില്ല. അങ്ങനെ ആയി. അവസാനം മറ്റവരുടെ പൈസ കൊടുക്കാൻ വേറൊരാളുടെ നിന്ന് പൈസ വാങ്ങിച്ച് അവരുടെ അപ്പം ഇത്രയൊക്കെ ബാധ്യതയുള്ളവരാണെന്ന് അറിയുമ്പോൾ ഓൾറെഡി എൻ്റെ ബന്ധുവല്ല, ഹസ്ബൻഡിൻ്റെ ബന്ധു. അവർ പറഞ്ഞു ഞങ്ങളെ ഇന്ന് ഇത്ര പൈസ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേന് കള്ളികളായി, കള്ളത്തരം കാണിച്ചവരായി, അല്ലാത്തവരായി എന്ന് വേണ്ട. സഹിക്കാൻ പറ്റാത്തതിനപ്പുറമായി ആ പൈസ വേറൊരാളോട് കടം മേടിച്ച് ഇവരുടെ പൈസ കൊടുത്തു. അയാൾക്ക് അവിടെ കടം നിൽക്കുകയാണ്. ആ കട ഇതുവരെയും വീട്ടിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ആ കടം വീട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 4 വർഷമായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒറ്റയ്ക്ക്, അമ്മ ഇങ്ങോട്ട് വരാൻ പറ്റാതായി, അമ്മ എനിക്കും കാണാൻ പറ്റാതായി. പിന്നെ ഞാൻ ആ സമയത്ത് കോവിഡ് സമയത്ത് ഒരു ബാങ്കിൽ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. ആ ജോലിക്ക് പോയ സമയത്തും എനിക്ക് തുച്ഛമായ പൈസ കിട്ടുന്നത് എൻ്റെ കാര്യങ്ങളും അമ്മയുടെ ലോണുകൾ അടയ്ക്കാനും അങ്ങോട്ടും മറിച്ചും തിരിച്ച് ഞാനും ഒരു ബാധ്യതയായിപ്പോയി. ഞാനും മൈക്രോ ഫിനാൻസിൽ നിന്നൊക്കെ ലോൺ എടുത്ത് കൊടുത്തു. ഞാൻ അന്ന് വരെ ഒരു ആധാർ പോലും വെച്ച് ഒരു ലോൺ എടുത്തിട്ടില്ലാത്ത വ്യക്തി ഇതിലോട്ട് പോയപ്പോഴത്തേന് ഞാനും ഇതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞ് ലോൺ എടുത്തു പോയി. കുറേ മൈക്രോ ഫിനാൻസിൽ നിന്ന് ലോൺ എടുത്ത് മറിച്ചും തിരിച്ച് ഞാനും കൊടുത്തുപോയി. അങ്ങനെ ഞാനും ഒരു കടക്കടിയിലായിപ്പോയി. കാരണം എന്താ പറയുക, മനുഷ്യൻ്റെ സമയമാണ്, എല്ലാം മോശ സമയമാണ്. അങ്ങനെയായി. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ വീണ് തലയൊക്കെ പൊട്ടി അന്നേരെ ബോധം പോയി മരണപ്പെട്ടു. അതെൻ്റെ ജീവിതത്തിലെ വേറൊരു ദുരന്തമാണ്. കാരണം ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത് അമ്മയുടെ അടുത്ത് മോളെ ആക്കിയിട്ടാണ്. അങ്ങനെയുള്ള വരുമാനം, എനിക്കൊരു കോള് വന്നപ്പോൾ വീഡിയോ കട്ടായതാണ്. അങ്ങനെയുള്ള വരുമാനം എൻ്റെ അങ്ങ് നിന്നു. എനിക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല, എൻ്റെ അമ്മ ഇങ്ങോട്ട് കയറ്റത്തില്ല, ഇത്രയും വിഷയം നടന്നുകൊണ്ട് കയറ്റത്തില്ല. പിന്നെ അമ്മ മരിച്ചത് കൊണ്ട് എനിക്ക് ബോണ്ട് ഉണ്ടായിരുന്നു 3 മാസം. അപ്പോൾ ആ ബോണ്ടിൽ ഞാൻ ജോലിക്ക് പോയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അമ്മ ഇവിടെ വന്ന് നിന്നു. ഈ അമ്മ മരിച്ചുകൊണ്ട് മാത്രമാണ് അമ്മ തിരിച്ച് വീട്ടിൽ കയറിയത്. അല്ലെങ്കിൽ അമ്മയ്ക്ക് വരാമൊക്കത്തില്ല. അത്രയ്ക്ക് അശുഭം പറഞ്ഞ് അമ്മയെ ഇറക്കി വിട്ട വീടാണ്. എങ്കിൽ പോലും അമ്മ തിരിച്ചു വന്ന് അവിടെ നിന്ന സമയത്ത് ഒരു 4-5 മാസമായപ്പോഴത്തേന്, 4-5 അതിനിടയ്ക്ക് ഞാൻ പ്രഗ്നൻ്റായി, 2ാമത്തെ മോളെ പ്രഗ്നൻ്റായി. ആ സമയത്ത് ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എനിക്ക് ബോണ്ട് ഉണ്ടായതുകൊണ്ട് പോയേ പറ്റത്തുള്ളൂ. അപ്പോൾ എൻ്റെ അമ്മയാണ് ഇവിടെ നിന്നത്. ആ സമയത്ത് അമ്മ ഇവിടെ നിൽക്കുന്ന സമയം അത്രയും അമ്മയുടെ ലോണുകളും പലിശക്കാരും അല്ലാത്തവരും എല്ലാം മുടങ്ങി ഇരട്ടിക്കിരട്ടി കടമായിക്കൊണ്ടിരിക്കുകയാണെന്ന് ചിന്തിക്കണം. ഇതിനിടയ്ക്ക് വെച്ച് അമ്മയ്ക്കൊരു ലോൺ കിട്ടിയപ്പോൾ എൻ്റെ ഗോൾഡ് കുറച്ചൊക്കെ വെച്ച് തിരിച്ചെടുത്ത് തന്നായിരുന്നു. ഓൾറെഡി നിങ്ങൾ ചിന്തിച്ച് നോക്കണം, ആ സമയത്ത് നമ്മൾ പഴയത് ആവർത്തിക്കത്തില്ലേ? നമുക്ക് സമനില തെറ്റി നമ്മൾ കാര്യം ചെയ്യാനില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഞാൻ ചെയ്ത തെറ്റാണ്, എനിക്കറിയാം, 100% തെറ്റാണ്. നമ്മളെ വിശ്വസിച്ച ഒരാളെ നമ്മൾ വഞ്ചിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആയപ്പോലും അല്ലേ, കുഞ്ഞുങ്ങൾക്ക് കരുതി വെച്ചേക്കുന്ന സേവിങ്സാണ്. പക്ഷെ നമ്മുടെ നിവർത്തികൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഞാൻ പിന്നെയും എൻ്റെ ഗോൾഡ് വെച്ചിട്ട് ഞാൻ അല്ലാത്ത സാധനം വാങ്ങിച്ചിട്ട് ദേഹത്തിട്ടിട്ട് അതുകൊണ്ട് പലിശ അടച്ച് മറ്റ് ലോണുകളും അടച്ചു പോകുന്നു. അതറിഞ്ഞ് ഭയങ്കര വഴക്കുകളുണ്ടായിക്കൊണ്ടിരുന്നു. ആ സമയത്ത് പിന്നെ അമ്മ ഒരിടത്ത് ജോലിക്ക് പോയി. ഞാനിവിടെ ഒറ്റയ്ക്കാണ്. മൂത്ത മോളെ നോക്കണം. എന്നോട്
ഹസ്ബൻഡ് അങ്ങനെയൊന്നും മിണ്ടാറ് പോലുമില്ല. കാരണം എൻ്റെ രണ്ടാമത്തെ മോളെ പ്രഗ്നൻസി ഞാൻ തരിച്ചാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്. ഡോക്ടർ അപ്പോഴും എന്നോട് ചോദിക്കും ഹസ്ബൻഡ് കൂടില്ല. ഞാൻ പറഞ്ഞ് എന്നെ കൊണ്ടുവിട്ടിട്ട് പോയതാ, പുള്ളിക്കാരന് ജോലിയുണ്ടെന്ന്. ആലോചിച്ച് നോക്കണം. എൻ്റെ കുഞ്ഞ് സ്കൂളിൽ വരും മുന്നേ ഞാൻ ഇവിടെ വരും. കുഞ്ഞിനെ നോക്കാൻ ആരുമില്ല. 3:30 അവൾ സ്കൂളിൽ നിന്ന് വരും. അവൾ CBSE സ്കൂളിലാണ് പഠിക്കുന്നത്. 2:45 വീട്ടിൽ വരും. അവളെ വരുന്നതിന് മുന്നേ ഹോസ്പിറ്റലിൽ നിന്ന് വരണം. വീട്ടിലെ ജോലി മൊത്തം ചെയ്യണം. ഇതെല്ലാം പോട്ടെ, പണ്ടുള്ള സ്ത്രീകൾ ഇതിനപ്പുറം അനുഭവിച്ചിട്ടുണ്ടെന്ന് പറയാം, എല്ലാം ശരിയാണ്. എൻ്റെ ഡെലിവറി ടൈമിൽ പോലും ഞാൻ ചത്തുപോകണമെന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ട് പോയി. കാരണം ഒരു രൂപയില്ല. ഹസ്ബൻഡ് തരത്തില്ലായിരുന്നെന്ന്. കാരണം എന്നോടുള്ള ദേഷ്യം കൊണ്ട് തരത്തില്ല. ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്ന ഓരോരുത്തരുടെ മൈൻഡ് അങ്ങനെയല്ലേ. പിന്നെ എൻ്റെ കാലിൽ എന്തോ കിടന്നൊരു കൊലുസ് ഞാൻ വാങ്ങിച്ചതാണ് ജോലിക്ക് വിട്ടത്. അത് പണയം വെച്ചിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിലെ ചിലവും കാര്യങ്ങളുമൊക്കെ നോക്കി. പിന്നെ വീട്ടിൽ വന്ന് സന്തോഷമായിട്ട് 28 കെട്ടൊക്കെ നടത്തി. അവർ ഹാപ്പിയായിരുന്നു. പിന്നെ അമ്മ ഞാൻ പ്രസവിച്ച് കിടന്നുകൊണ്ട് ആ ജോലി ഉപേക്ഷിച്ചിട്ട് അമ്മ ഇവിടെ വന്ന് എന്നെ നോക്കാൻ നിന്നതൊക്കെ വഴക്കായിരുന്നു. ഞാൻ പ്രസവിച്ചൊന്നും അങ്ങനെ കിടന്നിട്ട് പോലുമില്ല. ഞാൻ എല്ലാ ജോലിയും എടുക്കുകയും ചെയ്യുമായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് കുഞ്ഞിനെ കുളിപ്പിക്കാനൊന്നും അറിയത്തില്ല. ഞാൻ തന്നെയാണ് എൻ്റെ കുഞ്ഞിനെ 9ാമത്തെ ദിവസം തൊട്ട് കുളിപ്പിച്ചത്. അതിൻ്റേതായ മുട്ടുവേദന, കൈക്ക് വേദന, ഇല്ലാത്ത വേദനകളൊന്നും എനിക്കില്ല. ഒരുപാട് വേദന സഹിച്ചാണ് ഞാൻ ജീവിക്കുന്നത്, സത്യം പറയാമല്ലോ. ചെവിക്ക് ചില സമയം എനിക്ക് കേൾവിക്കുറവുണ്ട്, ഇയർ ബാലൻസിൻ്റെ വിഷയങ്ങളുണ്ട്. പിന്നെ എനിക്കിപ്പോൾ കാലിന് വേദന കാരണം നടക്കാൻ പറ്റത്തില്ല. ഇതെല്ലാം ഞാൻ വെച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എനിക്ക് സ്വന്തമായിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ വരുമാനമില്ലല്ലോ. ഇനി ഞാൻ എൻ്റെ അമ്മയെ അതിനും കൂടെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടല്ലോ എന്ന് കരുതിയാണ്. കാരണം ഇത്രയൊക്കെ ചെയ്യുമ്പം നമ്മുടെ കൂടെ നമുക്കുള്ള ആൾക്ക് നമ്മളോടൊരു അവഗണനയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് 100 വഴക്കുണ്ടായി ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിന്ന് ഡിവോഴ്സ് വരെ എത്തി. പക്ഷേ എൻ്റെ വീട്ടിൽ പോയി നിന്നാൽ അവിടെ കുഞ്ഞു കുട്ടികളുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾ വേറെ അടുത്ത് ചെന്നിരിക്കുമ്പോൾ അവർ തിന്നുന്നതൊക്കെ കണ്ട് അവർക്ക് കൊടുക്കും, എല്ലാം കൊടുക്കത്തില്ലെന്നല്ല. പക്ഷേ അവർക്കും ഒരു ബുദ്ധിമുട്ട്. ഞാൻ പറഞ്ഞത് ആർക്കെങ്കിലും ഒന്ന് കണക്റ്റ് ആയെങ്കിൽ മനസ്സിലാക്കണം. ആ ഒരവസ്ഥ എനിക്ക് ഒക്കും പറ്റുന്നില്ല. പിന്നെ എനിക്കൊരു വാടക വീട് എടുത്ത് ഈ ബാധ്യതയെല്ലാം കൂടെ കിടക്കുമ്പോൾ ഞാൻ ജോലിക്ക് പോയാലും സുരക്ഷിതമായിട്ട് 2 പെൺകുട്ടികളാണ്. നിർത്തി എനിക്ക് അങ്ങനെ പല പല പേടികൾ കാരണം എൻ്റെ മനസ്സ് തളർന്ന് ഞാൻ പിന്നെ സഹിച്ച് പിടിച്ച് അങ്ങ് നിൽക്കുകയാണ്. എനിക്കറിയില്ല, നമ്മൾ ചെയ്ത തെറ്റുകൊണ്ടായിരിക്കും നമ്മളെ അവഗണിക്കുന്നതും നമ്മളോട് ദേഷ്യം തോന്നുന്നതും. നമുക്ക് വേണ്ടി 1 രൂപ പോലും ചിലവാക്കാത്തതും ഒക്കെ എനിക്ക് ചിലരുടെ കാഴ്ചപ്പാട് അങ്ങനെ ആയിരിക്കും. പക്ഷേ എനിക്കൊരു തരത്തിലും ജോലിക്ക് പോകാനൊക്കില്ല. കാരണം 2:45 എൻ്റെ മോള് വരും. എൻ്റെ പൊടിക്കുഞ്ഞുണ്ട്, അവൾ 3 വയസ്സാവുന്നേ ഉള്ളൂ. അവൾക്ക് ഞാൻ വേണ്ടായോ? എൻ്റെ വീട്ടിൽ ആരുമില്ല. ഹസ്ബൻഡ് എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് അവളെ ഏൽപ്പിച്ചിട്ട് ജോലിക്ക് പോകാം. എന്നെ വിടുമെന്നറിയത്തില്ല. ഞാൻ ജോലിക്ക് പോയാൽ ഇനിയും ലോൺ എടുക്കും, ഇങ്ങനത്തെ കാര്യങ്ങൾ കാണിക്കുമെന്നാണ് പറയുന്നത്. അവരുടെ മനസ്സിലുണ്ടായ ഡ്രോമയായിരിക്കും അത്. ഞാൻ ചെയ്തത് എൻ്റെ നിലനിൽപ്പിന് വേണ്ടിയാണ്. അമ്മ അന്നേരം ഇവിടെ നിൽക്കുകയായിരുന്നു. ആ സമയത്ത് പിന്നെയും ഇങ്ങനൊരു വിഷയം വന്നപ്പം ഹസ്ബൻഡിൻ്റെ വീട്ടുകാരും എല്ലാം അമ്മയോടെ നിൽക്കാൻ ഒക്കത്തില്ല, അമ്മ എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായതെന്നും പറഞ്ഞ് അമ്മ ഇപ്പം ഓരോ വീട് തോറും വട്ടം നടക്കുകയാണ്. സത്യം പറയാൻ എനിക്കൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. എൻ്റെ കയ്യിലൊരു 10 പൈസ, ഞാൻ 1 രൂപയ്ക്ക് തെണ്ടുകയാണ്. 1 രൂപയ്ക്ക് അമ്മയുടെ ലോൺ അടയ്ക്കണമെങ്കിലും അമ്മ 1 രൂപയ്ക്ക്. അമ്മ എവിടെയെങ്കിലും ജോലിക്ക് നിൽക്കും, പ്രഷർ കൂടി അമ്മയ്ക്ക് ഇവിടുത്തെ കാര്യം ഓർക്കുമ്പോൾ അതിനെക്കാട്ടി സങ്കടം. അങ്ങനെയൊക്കെ ഓരോ ജീവിതങ്ങളും ഓരോ രീതിയിലാണല്ലേ. അങ്ങനെ വിഷയം ഉണ്ടായ സമയത്ത് ഞാനാ ചെയ്തത് ഈ ഗോൾഡ് എടുത്ത്. അമ്മയ്ക്ക് അത് ഗോൾഡ് അല്ല എന്നറിഞ്ഞുകൂടാണ്, സത്യം പറയാമല്ലോ. പക്ഷേ അമ്മ ചെയ്യിപ്പിച്ചതെന്നും പറഞ്ഞ് എൻ്റെ അമ്മ ഇവിടെ നിന്ന് അടിച്ചിറക്കിയാണ് വിട്ടത്. എൻ്റെ അമ്മ ഇനി ജീവിതത്തിൽ ഇവിടെ കയറരുതെന്നും പറഞ്ഞ് ആലോചിച്ചു നോക്കാം എൻ്റെ അവസ്ഥ. എൻ്റെ കുഞ്ഞിനെ ഒരു 2 വയസ്സ് വരെ എൻ്റെ അമ്മയാണ് നോക്കിയപ്പോൾ അവൾക്ക് 2.5 വയസ്സ് 3 വയസ്സാവുന്നു. എന്നിട്ട് എൻ്റെ അമ്മ എൻ്റെ കുഞ്ഞിനെ കാണാതെ എത്രത്തോളം വിഷമിച്ചായിരിക്കും ഇരിക്കുന്നത്. എന്നെ കാണാതെ, എൻ്റെ മൂത്ത മോളെ. എൻ്റെ അമ്മയ്ക്ക് വേറെ ആരുമില്ല. ഒന്ന് ചിന്തിച്ച് നോക്കി. എൻ്റെ ജീവിതത്തിലൊരു സ്വപ്നമാണ് എൻ്റെ അമ്മയ്ക്ക് 5 സെൻറ്റ് സ്ഥലവും വീട് മേടിച്ച് വച്ചു കൊടുക്കണമെന്ന്. 5 സെൻറ്റ് സ്ഥലമെങ്കിലും മേടിക്കാൻ പറ്റിയായിരുന്നു പഞ്ചായത്തിൽ നിന്നെങ്കിലും വീട് കിട്ടിപ്പോയത്. ഇതതുമില്ല. ഓരോ ബന്ധുക്കളുടെ വീട്ടിലും നമുക്ക് ഇഷ്ടമുള്ളൊരു ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ പറ്റൂ, അവർ കൊടുക്കുന്ന ഭക്ഷണമല്ലേ കഴിക്കാൻ പറ്റൂ. ഇവിടെ ഞാൻ എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും ഞാൻ ആദ്യം ഓർക്കുന്നത് എൻ്റെ അമ്മയാണ്.
അമ്മ വിചാരിക്കുന്നത് എനിക്കങ്ങനൊന്നും ഇല്ലെന്നായിരിക്കും. പക്ഷേ നമ്മൾ ജീവിച്ചതും വളർന്നതുമായ സാഹചര്യം വരുമ്പോൾ ആരും ഓർക്കാത്തതല്ലേ. എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് ഞാൻ പറഞ്ഞ സത്യം, എൻ്റെ കോൾ ലിസ്റ്റിലുള്ള ഭൂരിഭാഗം പേരോട് ഞാൻ 1 രൂപയ്ക്ക് തെണ്ടിയിട്ടുണ്ട്, 1 രൂപയ്ക്ക്. പക്ഷെ ആരും നമുക്ക്, ചിലരൊക്കെ ചെയ്യുന്നവരുണ്ട്, ചിലരൊന്നും ചെയ്യത്തില്ല. നമ്മുടെ കയ്യിൽ പൈസയുണ്ട്. ഏറ്റവും എഡ്യൂക്കേഷനാണ് ജീവിതത്തിൽ വലുത്. ഒരിക്കലും നമുക്ക് നമ്മുടെ മക്കളെ ഇനിയുള്ളവരായാലും പഠിപ്പിച്ച് അവർ സ്വന്തം കാലിൽ നിന്ന് ജോലി കിട്ടിയിട്ട് മാത്രമേ അവർക്ക് തോന്നുമോ അവർ എടുക്കുന്ന ഡിസിഷനാണ് വിവാഹം എന്നല്ല, മറ്റെന്ത് കാര്യങ്ങളായാലും നമുക്കൊരു പൈസ സമ്പാദിച്ച് കുറേ സേവിങ്സ് ഉണ്ടാക്കിയിട്ട് മാത്രം അടുത്ത കാര്യത്തിലേക്ക് പോവുക. നമുക്ക് ആരെയും ആശ്രയിക്കാതെ ജീവിക്കണം. ജീവിതത്തിലെ ഏറ്റവും വലുത് അത് തന്നെയാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. അമ്മയെ കൊണ്ട് ഇനി കൂടുതൽ നാൾ ജോലിക്കൊന്നും പോകാൻ പറ്റുന്നു, അമ്മയുടെ കട എങ്ങനെ വിട്ടുമെന്നും എനിക്ക് അറിഞ്ഞൂടാ. ലക്ഷങ്ങളായി കാണും പലിശയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മേടിച്ച് തിരിച്ചും പറിച്ച് തിന്ന്. ഞാനിനി സ്വർണ്ണം വെക്കാതെയും എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു ഇത് കിട്ടത്തില്ല. കാരണം എൻ്റെ കുഞ്ഞുങ്ങളുടെ ഗോൾഡ് വരെ ഞാൻ വിറ്റു. അപ്പം അതിനി ഉണ്ടാകുന്നവരെ അതിനുള്ള പഴി ഞാൻ കേട്ടുകൊണ്ടിരിക്കണം. സത്യമാണ്, ഒരാളുടെ സേവിങ്സാണ് ഞാൻ ഉപയോഗിച്ചത്. അപ്പോൾ അവർക്കുണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സ്വർണത്തിൻ്റെ വിലയും കാര്യങ്ങളും കേൾക്കുമ്പോൾ അവരുടെ മക്കൾക്ക് വേണ്ടി സേവിങ്സ് ഉണ്ടാക്കി വെച്ചിരുന്ന സാധനം ഭാര്യ നശിപ്പിക്കുമ്പോൾ തോന്നുന്ന വികാരങ്ങളാണതെല്ലാം. പക്ഷേ നമ്മൾ ജീവിച്ച ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് ഇതൊക്കെയാണല്ലേ. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. ഇപ്പം സത്യം പറഞ്ഞാൽ മെൻ്റലി കൂടെ ഞാനങ്ങ് തളർന്നു പോകും ഓരോ ദിവസം കഴിയുന്തോറും. സത്യം പറഞ്ഞാൽ ബന്ധുക്കാരോടൊക്കെ സത്യം പറഞ്ഞാൽ ഇനി എനിക്ക് ആരോടും കാശ് ചോദിക്കാൻ വയ്യ. എനിക്ക് നാണം കെട്ട ഒരവസ്ഥയാണ് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ചിലരുടെ മുഖത്ത് നോക്കാൻ തന്നെ ഇപ്പം മടിയാണ്. കാരണം ഇത്രയ്ക്ക് ഗതികെട്ട് പോയല്ലോ എന്ന് ഞാനങ്ങ് ചിന്തിക്കുകയാണ്. ഇന്നൊരു ജോലിക്ക് എവിടെ ചെന്നാലും ഒരു 10,000 രൂപ കിട്ടും കുറഞ്ഞത്. പക്ഷേ എനിക്ക് പോകാൻ പറ്റില്ല. ഞാൻ ഈ കുഞ്ഞുങ്ങളെ ആരെയും ഏൽപ്പിച്ചിട്ട് പോകണം, എന്നെ വിടത്തുമില്ല. ഞാനിങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് ഞാൻ ഇനി അങ്ങനെ ചെയ്യുമെന്നും പറഞ്ഞ് വിടത്തില്ല. എൻ്റെ അമ്മയ്ക്ക് ഇവിടെ വന്ന് നിൽക്കാൻ ഒക്കത്തില്ല. എൻ്റെ അമ്മ ജോലിക്ക് പോയാൽ എത്ര രൂപ കിട്ടും? അതുകൊണ്ട് ഈ കടങ്ങളൊക്കെ വിട്ടാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഞാൻ ഒരിക്കലും ഇതൊന്നും ആരോടും പറയണമെന്ന് വെച്ചതല്ല. ദൈവത്തെ ഞാൻ എന്നിട്ട് പകുതി കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് നടന്ന ഒരുപാട് ഡ്രാമകളുണ്ട് എനിക്ക്, ഒരുപാട്. അതൊന്നും ഞാൻ പറയുന്നില്ല, പറയാൻ പറ്റത്തുമില്ല. അതുകൊണ്ട് ആരെങ്കിലും വീഡിയോ കാണുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വ്യൂസ് കൂട്ടി എൻ്റെ ചാനലൊന്ന് ഇതാക്കി തന്നാൽ മാത്രം മതി. എനിക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. അത്യാവശ്യം ജീവിക്കാനുള്ള എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി. കാരണം ഇനി എൻ്റെ അമ്മയെക്കൊണ്ട് ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല. എനിക്ക് തൽക്കാലം ഇപ്പോൾ ജോലിക്ക് പോകാൻ പറ്റത്തില്ല. നമ്മുടെ ബാധ്യതകളൊക്കെ നിർത്തി ഒരു ഏകദേശം സോൾവ് ആയി കഴിഞ്ഞാൽ എൻ്റെ അമ്മയെ എങ്ങനെയെങ്കിലും കൊണ്ടുവന്ന് എനിക്ക് എവിടെയെങ്കിലും ജോലിക്ക് പോകാൻ പറ്റും. അല്ലാതെ ഒരു രക്ഷയില്ല. എനിക്ക് പറയാൻ ഇനി വാക്കുകളുമില്ല. ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ചിലപ്പോൾ ഞാൻ തന്നെ ഇത് കണ്ടിട്ട് ഡിലീറ്റ് ചെയ്ത് കളയും. അങ്ങനെ ഒരുപാട് വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് എനിക്കിനി ഒന്നും പറയാനില്ല. പറയേണ്ടത് എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാ. സത്യം പറഞ്ഞാൽ ഓരോ ദിവസം എണീക്കുമ്പം നേരം വെളുക്കലേ എന്നാണ് ഞാനിപ്പം പ്രാർത്ഥിക്കുന്നത്.